നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ജഗന് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ബുദ്ധിമുട്ടോ? അതെന്ത് ചോദ്യാ? വന്ദന എന്റെ സ്വന്തം ആളല്ലേ. ഒരു രാത്രി ഈ വീട്ടിൽ കഴിയാന്ന് തീരുമാനിച്ചത് തന്നെ വലിയ കാര്യമല്ലേ. പിന്നെ ഇവിടെ സൗകര്യങ്ങളൊക്കെ കുറച്ച് കുറവാ. അതൊന്നും സാരയില്ല അച്ഛാ. ഇവിടെ AC ഒന്നും ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം ഞങ്ങൾക്കുണ്ട്. എന്നും AC-യിൽ കിടന്നുറങ്ങുന്ന ആളല്ലേ. അയ്യോ, അങ്ങനെ ഒരു വിഷമവും വേണ്ടമ്മേ. നിങ്ങളുടെ മുറി ഞങ്ങൾക്കായി ഒഴിഞ്ഞേരേണ്ട കാര്യമില്ലായിരുന്നു. ആളിലൊരു ഷീറ്റ് വിരിച്ച് കിടന്നാലും എന്റെ ഉറക്കത്തിന് ഒരു പ്രശ്നം ഉണ്ടാവില്ല. അനാഥാലയത്തിൽ മറ്റു കുട്ടികൾക്കൊപ്പം ഞെങ്ങി ഞെരിയും കഴിഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ആ ശീലമൊന്നും ഞാൻ മറന്നിട്ടില്ലമ്മേ. ഈ രാത്രി ഞാൻ ഒരിക്കലും മറക്കില്ലമ്മേ. സ്വന്തം അച്ഛനമ്മമാരുടെ സംരക്ഷണത്തിൽ ഒരു രാത്രി സുരക്ഷിതനായി കഴിയുന്ന ഒരു കൊച്ചുകുട്ടിയുടെ സംതൃപ്തിയാ ഞാനിപ്പോ അനുഭവിക്കുന്നത്. അധപാലിന് ഒരിക്കലും കിട്ടാത്ത സൗഭാഗ്യ ഈ രാത്രി നിങ്ങൾ എനിക്ക് സമ്മാനിക്കുന്നത്. മോൻ കരയാണോ? ഇങ്ങനൊരു സ്നേഹം കിട്ടാൻ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്ത് പുണ്യ ചെയ്ത്? പുണ്യം ചെയ്ത് ഞങ്ങളാ മോനെ. ഇതുപോലൊരു മരുമകനെ അല്ല മകനെ കിട്ടിയതിന്. ഞങ്ങൾക്ക് 2 ആൺമക്കളുണ്ട്. പക്ഷേ ഒരു മകന്റെ സ്നേഹം ഞങ്ങൾ അറിയുന്നത് നിന്നിലൂടെയാ മോനെ. മതി മതി. സ്വന്തം അച്ഛനമ്മമാരുടെ മുറിയിൽ സുഖമായി ഉറങ്ങാൻ കിട്ടിയ രാത്രിയായത്. സെന്റിമെന്റിൽ മുക്കി നശിപ്പിക്കരുത്. എന്നാ നിങ്ങൾ കിടന്നു. ശരി അച്ഛാ. ശരി, ഗുഡ് നൈറ്റ്. ഇപ്പൊ ശരിക്കും മനസ്സിലായില്ലേ സാധുക്കളായ എന്റെ അച്ഛനമ്മമാരെ? സ്നേഹിക്കാൻ മാത്രമേ അവർക്കറിയൂ. അച്ഛനമ്മമാരുടെ മകളും സ്നേഹിക്കാൻ സ്പെഷ്യലിസ്റ്റ് ആണല്ലോ. അയ്യേ, ഈ ഏട്ടൻ എപ്പോഴും റൊമാൻറ്റിക്കാ. പിന്നെ അല്ലാതെ റൊമാൻറ്റിക് ആവേണ്ട പ്രായത്തിലാണ് റൊമാൻറ്റിക് ആവേണ്ടേ, അല്ലാതെ വയസ്സാവുമ്പോഴല്ല. ആരാ ഈ സമയത്ത് വ്യായാമം ചെയ്യാനും സമ്മതിക്കില്ലേ? വന്ദന എന്റെ ഭാര്യയാണല്ലോ വിളിക്കുന്നത്. ഹലോ, ഞാനാ വന്ദന. ഹലോ വന്ദന, ഗുഡ് മോർണിംഗ്. ജഗൻ, ഞാൻ കുറച്ച് പ്രശ്നത്തിലാ. എനിക്ക് ജഗനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അതിനെന്താ, കാണാമല്ലോ. എന്തു പറ്റി? പറയാൻ ഏറെ കുറെ ഉണ്ട്. ഫോണിലൂടെ പറയാൻ പറ്റില്ല. അത്രയ്ക്കും ഗൗരവമുള്ള കാര്യമാണോ അത്? ജഗന് വരാൻ ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ബുദ്ധിമുട്ടോ? അതെന്ത് ചോദ്യാ? വന്ദന എന്റെ സ്വന്തം ആളല്ലേ. അതേന്നേ, ഇപ്പോ എന്തിനും ഏതിനും വന്ദനയ്ക്കൊരു സഹായമായിട്ട് ഞാൻ ഒപ്പം ഉണ്ടല്ലോ. എന്താ പ്രശ്നം? ഒരു സൂചനയെങ്കിലും.
അതൊക്കെ ഞാൻ നേരിട്ട് തന്നെ പറയാം. ആ മതി. എന്ത് പ്രശ്നങ്ങളും നേരിട്ട് പറയുന്ന നല്ലത്. എനിക്കെന്റെ പെണ്ണിനെ നേരിട്ട് കാണാമല്ലോ. ജഗൻ എന്താ പറഞ്ഞത്? അല്ല, വന്ദന പറഞ്ഞാ മതി നേരിട്ട് കാണാമല്ലോ എന്ന്. എങ്കിലും ബീച്ച് റോഡ് ജംഗ്ഷനിൽ വന്ന് ഞാൻ വെയിറ്റ് ചെയ്യാം. രാവിലെ ഒരു 10 മണിക്ക് വന്നാ മതി. എന്തിനാ 10 മണിയാക്കുന്നേ? 9:45 ഞാൻ അവിടെ ഉണ്ടാവും. ശരി. വന്ദനയ്ക്ക് എന്തോ ഒരു ടെൻഷൻ പോലെ. ഒരു ടെൻഷനും വേണ്ട. വന്ദനയ്ക്കൊപ്പം ഞാനുള്ളപ്പോ ഏത് ടെൻഷനും ഞാൻ പരിഹരിച്ചിരിക്കും. ശരി. എന്റെ ഭാര്യ എന്നെ കാണാൻ ആഗ്രഹിക്കുക. എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ പരിഹരിച്ചിരിക്കും. അതൊരു ഭർത്താവായ എന്റെ കടമയാണ്. ഈശ്വര, ഇനി അവളുടെ കഴുത്തിൽ താലിയിട്ടത് ഞാനാണെന്ന് അവൾ അറിഞ്ഞിരിക്കൂ? ഏയ്, അതിന് സാധ്യതയില്ല. എങ്കില് എന്നോട് ഇത്ര സോഫ്റ്റ് ആയിട്ട് പെരുമാറുമായിരുന്നില്ല. എന്റെ ശ്രീപത്മനാഭ, എന്റെ ഭാര്യയെ കാണാൻ കൊതിയായി. ഐ ലവ് യു വന്ദന, ഐ ലവ് യു. അയ്യോ, സമയാവുന്നല്ലോ. അച്ഛന്റെ റിട്ടയർമെന്റിൽ നിന്ന് കിട്ടിയ പണം മുഴുവൻ ഏകദേശം ചെലവായി പോയി. ഒരു ഫർണിച്ചർ നിർമ്മാണ യൂണിറ്റാ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പനി മുന്നോട്ട് പോണെങ്കിൽ ഇനിയും നല്ലൊരു തുക ഇറക്കണം. അതിനും കുറച്ചു പണം കൂടി കടന്നു സഹായിച്ചുകൂടെ? ഈടായിട്ട് തരാൻ എന്റെ ഒന്നുമില്ല. അതൊന്നും നടക്കില്ല. അമ്മായേശൻ ഇപ്പോഴും പുച്ഛൻ തന്നെയാ സ്ഥായിയായ ഭാവം. ചേട്ടാ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. അമ്മ കൊടുത്ത പണം മുഴുവനും തൊലച്ചെന്നാ തോന്നുന്നത്. സ്വന്തം കൂത്താടലിന് തന്നെ വേണമല്ലോ അവന് ലക്ഷങ്ങള്. പിന്നെങ്ങനെ ബിസിനസ് നടത്തുക? നശിപ്പിക്കാൻ പറഞ്ഞൊരു ജന്മം. തൽക്കാലം ഒരു 5 ലക്ഷം രൂപ കൂടി കിട്ടിയ ബിസിനസ് പ്രൊസീഡ് ചെയ്യാം. 5 ലക്ഷോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.